കേരള ട്രഷറി കോഡിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിക്കവറി കാൺഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പേ ബിൽ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിക്കവറി കാൺഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പേ ബിൽ? പേ ബില്ലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ കഴിയാത്ത റിക്കവറി ഏതാണ്? കോപ്പറേറ്റീവ് റിക്കവറി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ഇൻകം ടാക്സ്, പ്രൊഫഷൻ ടാക്സ്. ഇതിൽ പ്രൊഫഷൻ ടാക്സ് ആണ് നമുക്ക് പേ ബില്ലിൽ നിന്നും റിക്കവറി ചെയ്യാൻ പറ്റാത്തത്. അപ്പം പ്രൊഫഷൻ ടാക്സ് കാൺഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പേ ബിൽ. A bill claiming house building advance shall be preferred in form dash. A bill claiming house building advance in the bill. TR42. House building advance TR42. A bill becomes voucher when it is dash. A bill becomes voucher when it is dash. Presented, prepared, paid, passed. A bill becomes voucher when it is paid. A bill becomes voucher when it is paid. Safe custody register is to be maintained in treasuries in form TR28. Safe custody register is to be maintained in treasuries in form TR28. The period of verification by the treasury officer of articles deposited for safe custody. സേഫ് കസ്റ്റഡിയിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടുള്ള ആർട്ടിക്കിൾസിനെ ട്രഷറി ഓഫീസർ വെരിഫൈ ചെയ്യേണ്ടത് എത്ര കാലയളവിന് ഉള്ളിലാണ്? 6 months ആണ്. 6 മാസത്തിനുള്ളിൽ ഇടയ്ക്ക് അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. ദ പീരീഡ് ഓഫ് വെരിഫിക്കേഷൻ ബൈ ദ ട്രഷറി ഓഫീസർ ഓഫ് ആർട്ടിക്കിൾസ് ഡിപ്പോസിറ്റഡ് ഫോർ സേഫ് കസ്റ്റഡി ഈസ് 6 months. കറൻസി ചെസ്റ്റ് ബാലൻസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. കറൻസി ചെസ്റ്റ് ബാലൻസിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ. നോട്ട്സ് നോട്ട് ഇൻ സർക്കുലേഷൻ. സർക്കുലേഷനിൽ അല്ലാത്ത നോട്ടുകളാണ് കറൻസി ചെസ്റ്റ് ബാലൻസിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് നോട്ടുകളുടെയും നാണയങ്ങളുടെയും രൂപത്തിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്തിയുടെ ഒരു ഭാഗമാണ് കറൻസി ചെസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ who is jointly responsible with the treasury officer for the custody of cash balance, stamps etc. ക്യാഷ് ബാലൻസ്, സ്റ്റാമ്പ് എന്നിവയുടെ കസ്റ്റഡിയുമായിട്ട് ട്രഷറി ഓഫീസറുമായിട്ട് ഒരു കൂട്ടു ഉത്തരവാദിത്തമുള്ള ആർക്കാണ്? അത് ട്രഷറർക്കാണ് കൂട്ടു ഉത്തരവാദിത്തമുള്ളത്. ട്രഷറി ബാലൻസ് മീൻസ്, ട്രഷറി ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ട്രഷറി ബാലൻസ് മീൻസ് the money held in a treasury as a part of government's cash balance. The money held in treasury as part of government's cash balance. ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് ബാലൻസിൻ്റെ ഭാഗമായി ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പണമാണ് ട്രഷറി ബാലൻസ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് ബാലൻസിൻ്റെ ഭാഗമായി ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പണമാണ് ട്രഷറി ബാലൻസ്. ഇതിൽ നിന്നാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ചിലവുകൾക്കുള്ള പണം വിതരണം ചെയ്യുന്നതും ഗവൺമെൻറ്റിലേക്കുള്ള വരവുകൾ ഉൾക്കൊള്ളിക്കുന്നതും. കൂടാതെ ഒരു പ്രത്യേക കറൻസി ചെസ്റ്റും സാധാരണ ട്രഷറിയിൽ സൂക്ഷിക്കാറുണ്ട്. ഈ കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഭാഗികമായി ഇപ്പോൾ നിലവിൽ സർക്കുലേഷൻ ഇല്ലാത്തതായി കണക്കാക്കുന്ന നോട്ടുകളും രൂപ, സ്വർണ്ണ നാണയം തുടങ്ങിയവയാണ് അതിലടങ്ങിയിരിക്കുന്നത്. കറൻസി ചെസ്റ്റ് റിസർവ് ബാങ്കിൻ്റെ അധീനതയിലുള്ളതാണ്. കറൻസി ചെസ്റ്റ് റിസർവ് ബാങ്കിൻ്റെ അധീനതയിലുള്ളതാണ്. The term double lock balance means. The term double lock balance means. ഡബിൾ ലോക്ക് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ക്യാഷ് ബാലൻസ് ഓഫ് ദ ട്രഷറി. ദ ക്യാഷ് ബാലൻസ് ഓഫ് ദ ട്രഷറി. ദ ടേം ഡബിൾ ലോക്ക് ബാലൻസ് മീൻസ് ദ ക്യാഷ് ബാലൻസ് ഓഫ് ദ ട്രഷറി. ആസ് per rule dash,
Every drawing and disbursing officer has to maintain a register, cash received and dispatched register. Cash received and dispatched register. ഏത് റൂൾ പ്രകാരമാണ് എല്ലാ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസർമാരും ഒരു ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡിസ്പാച്ച്ഡ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്? അത് കേരള ട്രഷറി കോഡ് വോളിയം 1 131D പ്രകാരമാണ്. 131D ഓഫ് കേരള ട്രഷറി കോഡ് വോളിയം 1. പണം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഓഫീസുകളും അല്ലെങ്കിൽ ഓഫീസർമാരും ഫോം TR 27A ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡിസ്പാച്ച്ഡ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. പണം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഓഫീസുകളും ഫോം TR 27A ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡിസ്പാച്ച്ഡ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. A dash shall be signed and dated by government servant who counted the cash as per rule 131A KTC വോളിയം 1. അതായത് ഒരു പണം എണ്ണിത്തിട്ടപ്പെടുത്തിയ അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഒരു മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ സൂക്ഷിക്കേണ്ടതും അതിൽ അദ്ദേഹം ഒപ്പിട്ട് തീയതി വയ്ക്കേണ്ടതുമാണ് എന്ന് 131A KTC വോളിയം 1 പറയുന്നുണ്ട്. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ ഷാൽ ബി സൈൻഡ് ആൻഡ് ഡേറ്റഡ് ബൈ ഗവൺമെൻറ് സർവൻറ്റ് who counted the cash as per rule 131A KTC volume 1 memorandum of verification. The procedure to be followed for remitting money to government account by private person is given in dash. The procedure to be followed for remitting money to government account by private person is given in റൂൾ 124 KTC വോളിയം 1. കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 124 ഗവൺമെൻറ് അക്കൗണ്ടിൽ പണം അടയ്ക്കുന്നതിന് ഒരു സ്വകാര്യ വ്യക്തി താൽപ്പര്യപ്പെടുമ്പോൾ ആദ്യമായി ഫോം TR 12 ഒരു ചെല്ലാൻ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം തയ്യാറാക്കേണ്ടതും അത് ബന്ധപ്പെട്ട ട്രഷറിയിൽ ഹാജരാക്കേണ്ടതുമാണ്. അതായത് ഒരു സ്വകാര്യ വ്യക്തി ഗവൺമെൻറ് അക്കൗണ്ടിൽ പണം അടയ്ക്കുന്നതിന് താൽപ്പര്യപ്പെടുമ്പോൾ ആദ്യമായി അദ്ദേഹം ഫോം TR 12 ഒരു ചെലാൻ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം തയ്യാറാക്കേണ്ടതും അത് ബന്ധപ്പെട്ട ട്രഷറിയിൽ ഹാജരാക്കേണ്ടതുമാണ്. അടുത്തൊരു ചോദ്യം, വെൻ എ ചെലാൻ ഓഫ് റെമിറ്റൻസ് ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ലോസ്റ്റ്. വെൻ എ ചെലാൻ ഓഫ് റെമിറ്റൻസ് ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ലോസ്റ്റ്, the treasury officer can issue certificate of remittance. മറ്റൊരു ചെല്ലാൻ അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല, പകരം സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് നൽകും. When a chellan of remittance into government account is lost, the treasury officer can issue certificate of remittance. Which of the following is not an anamat? Which of the following is not an anamat? അനാമത്തുകൾ എന്ന് വച്ചാൽ KTC 114 റൂൾ 114 അതിനെപ്പറ്റി പറയുന്നത്. ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളതും ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തതുമായ പണത്തെയാണ് അനാമത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളതും ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തതുമായ പണത്തെയാണ് അനാമത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അനാമത്ത്? മണി കണ്ടെയ്ൻഡ് ഇൻ ക്യാഷ് ചെസ്റ്റ്, പെർമനൻറ്റ് അഡ്വാൻസ് ഓഫ് ട്രഷറി, ഡിപ്പോസിറ്റ് ബൈ പബ്ലിക്, നൺ എന്നിങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം ഡിപ്പോസിറ്റ് ബൈ പബ്ലിക്. ഡിപ്പോസിറ്റ് ബൈ പബ്ലിക് ആണ് അവിടെ അനാമത്ത് അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അനാമത്ത്? അനാമത്ത് അല്ലാത്തത് ഡിപ്പോസിറ്റ് ബൈ പബ്ലിക്കാണ്. അടുത്തൊരു ചോദ്യം,
Remittance book in form TR15. Remittance book in form TR15 is maintained by dash. Officials of PWD who frequently make remittances into treasuries. അതായത് ട്രഷറിയിലും ബാങ്കിലും തുടർച്ചയായി പണം ഒടുക്കേണ്ടി വരുന്ന പബ്ലിക് വർക്ക്സ് ഓഫീസർ ഫോം TR15 ഒരു റെമിറ്റൻസ് ബുക്ക് വച്ച് സൂക്ഷിക്കേണ്ടതാണ്. പണം ഒടുക്കേണ്ടപ്പോൾ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തേണ്ടതും ഈ ബുക്ക് ഓരോ റെമിറ്റൻസിനോടൊപ്പവും ഓരോ സിംഗിൾ ചെല്ലാൻ സഹിതം ട്രഷറി ഓഫീസർക്കോ ബാങ്കിനോ അയച്ചു കൊടുക്കേണ്ടതാണ്. അടുത്തൊരു ചോദ്യം, ചെലാൻ ഇസ് ദ ഡാഷ്. ചെലാൻ ഇസ് ദ ഡാഷ്. ട്രഷറി ഡോക്യുമെൻറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് മണി ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട്. ട്രഷറി ഡോക്യുമെൻറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് മണി ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട്. ചെലാൻ ഇസ് ദ ട്രഷറി ഡോക്യുമെൻറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് മണി ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട്. അടുത്തൊരു ചോദ്യം, the third column of challan in TR12. The third column of challan in TR12. challan TR12 മൂന്നാമത്തെ കോളം ഈസ് ഇൻറ്റൻഡഡ് ടു നോട്ട്. അതിൽ എന്താണ് സൂചിപ്പിക്കേണ്ടത്? അതിലെന്താണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഹെഡ് ഓഫ് അക്കൗണ്ടാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ചെലാൻ TR12 ചെല്ലാനിൽ മൂന്നാമത്തെ കോളത്തിൽ ഹെഡ് ഓഫ് അക്കൗണ്ടാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദ തേർഡ് കോളം ഓഫ് ചെലാൻ ഇൻ TR12 ഈസ് ഇൻറ്റൻഡഡ് ടു നോട്ട് ഹെഡ് ഓഫ് അക്കൗണ്ട്. When a payment is made partially in cash and partially by check. When a payment is made partially in cash and partially by check. ഒരു പേയ്മെൻറ്റ് ഭാഗികമായി ചെക്കിലും ഭാഗികമായി ക്യാഷിലും നടത്തുമ്പോൾ ദ പേയ്മെൻറ്റ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ വൺ ആർ ചെലാൻ. ദ പേയ്മെൻറ്റ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ 1 ആർ ചെലാൻ. The payment cannot be included in 1 R challan. പണമെടുക്കുന്നത് ഭാഗികമായി പണമായും അല്ലെങ്കിൽ ഭാഗികമായി ചെക്ക് മുഖേനയുമാണെങ്കിൽ ഒരേ ചലാനിൽ തന്നെ ഇവ രണ്ടും ഉൾപ്പെടുത്താൻ പാടില്ല. ചട്ടം 102D പറയുന്നുണ്ട്. അപ്പോൾ പണം നമ്മൾ റെമിറ്റ് ചെയ്യുന്നത് ഭാഗികമായി പണമായും ഭാഗികമായി ചെക്ക് മുഖേനയുമാണെങ്കിൽ ഒരേ ചലാനിൽ തന്നെ ഇവ രണ്ടും ഉൾപ്പെടുത്താൻ പാടില്ല. ചട്ടം 102D. എവറി ഓഫീസ് റിസീവിംഗ് മണി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഷുഡ് മെയിൻറ്റെയിൻ എ ക്യാഷ് ബുക്ക് ഇൻ ഫോം ഡാഷ്. എവറി ഓഫീസ് റിസീവിംഗ് മണി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഷുഡ് മെയിൻറ്റെയിൻ എ ക്യാഷ് ബുക്ക് in form TR7A. How many cash book maintained in a head office? How many cash book maintained in a head office? 1. ഒരു ക്യാഷ് ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The cash balance in the cash book is verified by the head of office at the end of the month. The cash balance in the cash book is verified by the head of office at the end of the month. Money kept in a treasury strong room which do not form part general treasury balance is termed as dash. Money kept in a treasury strong room which do not form part of general treasury balance is termed as anamats. Pay slip is an authentication issued by dash. Pay slip is an authentication issued by Accountant General. Pay slip is an authentication issued by Accountant General. Treasury Bill Book is a book in form TR74. Treasury Bill Book is a book in form
TR74.